ഉമ്മായപ്രയം ഇടമഴ സമയത്ത് ചെമ്പനെല്ലിക്ക് ഏറ്റവും നല്ലത് ടാറ്റാമട. ഒരാണ്ടില് 100 കിലോ കുമ്മായ 3 വർഷം പ്രായം ഏത് തൈക്കും കൊടുക്കണം. ഉമ്മായപ്രയം ഇടമഴ സമയത്ത് ഇടമഴയാവും. അത് 1 കിലോ കുമ്മായം മസ്റ്റായിട്ട് 3 വർഷം പ്രായമായ ഏത് തെങ്ങും തൈക്കും കൊടുക്കണം. അല്ലെങ്കിൽ അത് ഒറ്റക്കാരുണ്ടായി മണ്ണിന്റെ അമ്ലഗുണം വർദ്ധിപ്പിച്ച് മണ്ണിനെ കുടുക്കൊക്കെ മാറി ഒറ്റ പേരുണ്ടായി വളമെടുക്കും. അമ്ലഗുണം വർദ്ധിപ്പിച്ചോ? ഈ കുമ്മായിടുമ്പോഴേ കുറയും. അത് അല്ലെങ്കിലേ ഒറ്റ ന്യൂട്രലാകാനാണ് കുമ്മായം നമ്മൾ സർവീസ് ചെയ്യുന്നത്. കുമ്മായിട്ട് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഒരു 250 രൂപ മറ്റേ ബോറോക്സ് 250 രൂപ. 15 ദിവസം കഴിഞ്ഞ് കുമ്മായിട്ട് 15 ദിവസം കഴിയുമ്പോൾ വളയില്ല. അല്ലെങ്കിൽ ആ പുളിപ്പ് മാറി കിട്ടണം. മറ്റേ പുളിക്കുമ്മായ ഉണ്ട്, കക്കായുടെ വെള്ളക്കക്കായുണ്ട്, അതാ ഏറ്റവും നല്ലത്. അതൊന്നല്ല തേങ്ങ ഒരെണ്ണ കിട്ടിയുള്ളൂ. ഫസ്റ്റ് തെങ്ങയാണ് ഈ തെങ്ങ ആദ്യത്തെ തേങ്ങ. മഴയാകുമ്പോഴത്തേന് ഇച്ചിരി മേടിച്ചിടുക കേട്ടോ. പൊഴിച്ചിലുണ്ട്, പൊഴിച്ചിലുണ്ടോ? വെള്ളക്കാവ് പൊഴിച്ചൽ ഞാൻ ഇച്ചിരി അന്വേഷിച്ചായിരുന്നു. കൊണ്ടുവന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇതേപോലെ ക്ലീനായിട്ട് തെങ്ങും ഏത് തെങ്ങും വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ കീടങ്ങളുടെ ശല്യങ്ങളും മുമ്പ് ചെയ്യൽ എല്ലാ പരിപാടി നമുക്ക് സുഗമമായിട്ട് മാറ്റി കിട്ടാനുള്ള 100% സാധ്യതയാണ്. ഇത് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ അറിയാവുന്നത് ആരെങ്കിലും വിളിച്ചായാലും നമ്മളെ വന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ വന്നായാലും ചെയ്ത് തരുന്നതായിരിക്കും. ഇതേപോലെ നല്ല ക്ലീനായിട്ട് ഇതങ്ങ് വെച്ച് കഴിഞ്ഞു. എപ്പോഴും ചുവടുകൾ ശ്രദ്ധിക്കുക. ചുവടുകൾ ചെമ്പഞ്ചല്ലി കയറാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് നമ്മൾ മറിയുമ്പോഴേ അറിയത്തുള്ളൂ. അതിന് ചുവടൊക്കെ ക്ലീൻ ചെയ്ത് ഇടയ്ക്ക് അത്യാവശ്യം ചെറിയ മരുന്നുകൾ കൊടുത്ത് ക്ലീനാക്കി ഇതോട്ടിൽ നിന്ന് ഇങ്ങനെ പുഴുക്കൾ കയറാനുള്ള സാധ്യത ഉണ്ട്. ഇത് വരാതെ നമ്മൾ ക്ലിയർ എത്ര കാര്യവും ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ അടുത്ത മഴക്കാലം വരുമ്പോഴത്തേക്ക് ചെല്ലി പുഴു കേടുകൾ മുഴുവൻ കൂമ്പ് ചെയ്യൽ എന്നീ പരിപാടികളൊന്നും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഇതുപോലെ വർഷത്തില് 4 തവണ ക്ലീൻ ചെയ്യണം. എല്ലാ മാസവും ചെല്ലിക്ക് മരുന്നടിക്കുന്നതാ. എന്നിട്ടും കണ്ടോ കറങ്ങി എല്ലാ മടലും നടവും കറങ്ങി നമുക്ക് പമ്പ് ചെയ്താലോ ഇതിന് മേലെ ശരിക്കും ചെയ്യാൻ പറ്റിയ പമ്പ് ചെയ്താലും മതി. ഇടക്കേ പുറത്തേക്ക് പറ്റും. ഒരു മാസം കഴിയുമ്പോണ്ടല്ലോ ശകലം എന്തൊക്കെയാണ് വരുന്നത് ചെയ്യേണ്ടത്? ഈ കോണ്ടാഫ് അല്ലാതെ ടാറ്റാമിട ചെമ്പനെല്ലിക്ക് ഏറ്റവും നല്ലത് ടാറ്റാമിട. ടാറ്റാമിട ഒരു 2 മില്ലിയാണ് കണക്ക്. 1 ലിറ്ററിന് 2 മില്ലി. 1 ലിറ്ററിന് 2 മില്ലി.
ഒഴിച്ച് കഴിഞ്ഞാൽ ചെമ്പഞ്ചിരിയുടെ ശല്യം പരമാവധി കുറഞ്ഞു. ഇതിപ്പോ നമ്മൾ എടുത്തേക്കുന്നത് എന്താ ഡബിൾ സ്റ്റാർ. എങ്ങനെ ബലമില്ല എന്നുള്ളതിന് അത് കൃത്യം ഏപ്രിൽ മെയ്യിൽ ചെയ്ത് കൂട്ടാറുണ്ട്. ഏറ്റവും നല്ല ഗുണം ഏപ്രിൽ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് അണ്ടം ശുദ്ധീകരിച്ച് വിട്ട് കഴിഞ്ഞാൽ ചെമ്പൻ ചെല്ലി ശല്യം കൂമ്പ് ചെയ്യല് അകലതും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരെണ്ണം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെയ്ത് കൊടുക്കുക. പൂണ്ടപ്പ് 3 ml പിന്നെ 5 ml വരെ കൊടുക്കാം. 1 ലിറ്റർ വെള്ളം കൂമ്പിന് ഒഴിച്ചു 1 ലിറ്റർ വെള്ളത്തിൽ 5 ml വരെ ഉപയോഗിക്കും. 2 ml കൂടുതൽ ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെങ്ങിന്റെ ഓലപ്പഴക്കും മഴക്കാലം വരുമ്പോ ചീക്കുണ്ടാകാതിരിക്കാൻ ക്ലീൻ ചെയ്യും. പിന്നെ നമ്മളത് തെങ്ങിന് മറിഞ്ഞു കിട്ടുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ ക്ലീൻ ചെയ്തിട്ട് ചീക്കുകളുണ്ട്. മഴ വരുമ്പോ തന്നെ ഇങ്ങനെ ചീഞ്ഞിരുന്നിട്ട് പുഴുക്കളാണ്. പുഴുക്കള് കയറി തെങ്ങ് മറിയുന്ന സമയത്തെ നമ്മൾ കാര്യങ്ങൾ അറിയൂ.